ദൈവത്തിന് സ്തുതി. ഇന്ന് നമ്മൾ അല്പസമയം പറയുന്ന വിഷയം പാശ്ചാത്യ സുവിശേഷവും പൗരസ്ത്യ സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഇന്ന് ലോകത്ത് എല്ലായിടത്തും കൂടുതലായും പ്രസംഗിച്ച് കേൾക്കുന്നത് ഈ പാശ്ചാത്യ സുവിശേഷമാണ്. അത് അവർ എഴുതിയ പാട്ടുകളിലൂടെയും സെറാംപൂർ, അതുപോലെ UTC, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും പല രാജ്യങ്ങളിലായിട്ട് ഒരുപാട് പാശ്ചാത്യ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അവിടെയെല്ലാം പഠിച്ചിറങ്ങുന്നവർ അവരുടെ തലയിൽ ഈ പാശ്ചാത്യ സുവിശേഷം കയറിക്കൂടിയിരിക്കുകയാണ്. അടുത്ത കാലത്തൊരു റമ്പാച്ചൻ പറഞ്ഞു, അത് പഠിക്കുന്നത് പ്രെസ്ബിറ്റേറിയൻ അങ്ങനെ എന്തോ ഒരു യൂണിവേഴ്സിറ്റി, അങ്ങനെ എന്തോ ഒരു കോളേജിലാണ് പഠിക്കുന്നത്. ആ റമ്പാച്ചൻ പറഞ്ഞു, കാൽവിനിസമാണ് സുറിയാനി പിതാക്കന്മാർ പറഞ്ഞതെന്ന്. എന്തോ തുലിപ്പ് എന്തോ അങ്ങനെ എന്തെന്നാണ് അതിന് പറയുന്നത്. 5 പോയിന്റ് 7 പോയിന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട്. അപ്പം സത്യത്തിൽ സത്യവിശ്വാസം എന്ന് പറയുന്നത് പൗരസ്ത്യ സുവിശേഷമാണ്. അത് നമ്മൾക്ക് കേൾക്കണമെങ്കിൽ, അത് പഠിക്കണമെങ്കിൽ സഭയുടെ കൂദാശകളെക്കുറിച്ചും ഈ പ്രാർത്ഥനകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഇന്ന് നമ്മൾക്ക് കൂടുതലായിട്ട് പ്രസംഗിച്ച് കേൾക്കാൻ സാധിക്കുന്നത്, അതിനെ മനസ്സിലാക്കി തരുന്നത്, നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ലൈവ് ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ലൈവിലൂടെ ഷിബു പീഡിയക്കൽ എന്ന പാസ്റ്റർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിറ്റർജിയെക്കുറിച്ചുള്ളതും അതുപോലെ തന്നെ ഗീതങ്ങളെക്കുറിച്ചുള്ളതും ഈ 66 പുസ്തകത്തിലുള്ള അതിൽ മറ്റ് വേദപുസ്തകങ്ങളുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ ആ പ്ലേലിസ്റ്റിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ലൈവിൽ വേറെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇന്ന് പൗരസ്ത്യ സുവിശേഷമാണെന്ന് പറഞ്ഞ് കുറച്ചാളുകൾ പറയുന്നുണ്ട്. എന്നാൽ അവർ മറ്റൊരു വ്യാജ ചരിത്രം കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഞങ്ങൾ നെസ്തോറിയന്മാരായിരുന്നു, പ്രൗഡ് നെസ്തോറിയൻ എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ IOCയെ പോലുള്ളവർ, ഇന്ത്യൻ ഓർത്തഡോക്സിനെ പോലുള്ളവർ ഒരുപാട് വ്യാജ പുസ്തകങ്ങളും ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൗഡ് നെസ്തോറിയൻ്റെ ആളുകളും ആ നെസ്തോറിയൻ്റെ ക്രമത്തിലുള്ള ടക്സ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പനകളെല്ലാം നമ്മൾ അടുത്തിടെ വായിച്ചതാണ്. ഇതിലെല്ലാം ഒത്തിരി അവരെല്ലാം വ്യാജം പറയുകയാണ്. കാരണം അവർ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും പൗരസ്ത്യ സഭയുടെ സത്യസുവിശേഷമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവരൊരു മറ്റൊരു സുവിശേഷം, മറ്റൊരു വിശ്വാസ രീതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സത്യമായും സുറിയാനി സഭയുടെ, യാക്കോബായ സഭയുടെ വിശ്വാസമാണ് കൃത്യമാകുന്നതും സത്യസന്ധമായതും. പാശ്ചാത്യ സുവിശേഷം പഠിപ്പിക്കുന്നത് അതിൻ്റെ ഗീതങ്ങളിൽ തന്നെ നമ്മൾ നമുക്കറിയാവുന്നൊരു ഗീതം പറഞ്ഞാൽ, ഗീതം ഗീതം ജയ ജയ ഗീതം, ദൈവത്തിൻ്റെ കോപത്തീയിൽ വെന്തിരിയുന്നു. അതായത് ദൈവത്തിൻ്റെ കോപം കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യനെ ആ തീയിലിട്ട് വറക്കും എന്ന ഒരു രീതിയിൽ, അതായത് ദൈവത്തിൻ്റെ കോപം കൊണ്ട് വറക്കുമെന്ന് പറയുന്നു. അതുകൂടാതെ ഈ ദൈവത്തിൻ്റെ കോപത്തിൽ പുത്രനെ, യേശുവിനെ അയച്ച് ആ കോപത്തിലാണ് മനുഷ്യനെ ആ കോപത്തിൽ ക്രൂശിക്കുകയും കൊല്ലുകയും അങ്ങനെ മനുഷ്യനെ രക്ഷിച്ചു എന്നൊക്കെയാണ് ഈ പാശ്ചാത്യ സുവിശേഷം. പല രീതിയിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഗ്ലോറിയസിൻ്റെ അതിൽ കേട്ടത് കൃത്യമായിട്ട് അവരത് പറയുന്നുണ്ട്. പൗരസ്ത്യ സുവിശേഷം സ്നേഹാധിഷ്ഠിതമായ ദൈവീകരണമാണ്, സ്നേഹത്തിലാണ്, റിലേഷൻഷിപ്പാണ്, സ്നേഹമാണ്, തൃത്വ വിശ്വാസമാണ് സഭയുടെ.
തിയോസെൻട്രിക് വർഷിപ്പാണ് സഭയുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും എല്ലാം അങ്ങനെയാണ് സുറിയാനി പിതാക്കന്മാർ നമുക്ക് കൈമാറി തന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിലൊരു ഗീതം തന്നെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഈണത്തിൽ എനിക്ക് പാടാൻ അറിയത്തില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നേരത്തെ പള്ളിയിൽ പോകുന്നു വരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലൂടെ ഈ മെസ്സേജ് കേട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ വാങ്ങി, അപ്പോൾ അത് വാങ്ങിച്ചാണ് വിശുദ്ധ കുർബാനയുടെ പുസ്തകമൊക്കെ വാങ്ങിച്ച് അത് അവിടെ അച്ഛൻ അത് ചൊല്ലുന്നതനുസരിച്ച് ശുശ്രൂഷകർ പറയുന്നതനുസരിച്ച് നമ്മളത് അതിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഗീതം എങ്ങനെയാണ്: ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടെ ആ ഗീതത്തിൽ നമ്മൾ പാടുന്നത്. അതുപോലെ തന്നെ അവനോട് തുല്യം നാമാവാൻ നമ്മെപ്പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി. അതായത് തിയോസിസ് ആണ്, സ്നേഹാധിഷ്ഠിതമായ ദൈവീകരണമാണ് സഭയുടെ വിശ്വാസത്തിലും പ്രാർത്ഥനകളിലും എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാശ്ചാത്യ സുവിശേഷത്തിൽ മറ്റു രീതിയിലാണ് ആളുകളെ ഭയപ്പെടുത്തി പേടിപ്പിച്ചും ആളുകളെ വറക്കും, അങ്ങനെ പേടിപ്പിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നേഹ കുടുംബം എന്ന രീതിയിലാണ്, അതൃത്വത്തിൻ്റെ ത്രിയേക ദൈവത്തെക്കുറിച്ച് സ്നേഹാധിഷ്ഠിതമായ രീതിയിലാണ് നമ്മുടെ എല്ലാം. ആ സ്നേഹ കുടുംബമാണ്, അങ്ങനെയാണ് നമ്മുടെ പഠിപ്പിക്കലെല്ലാം ഇരിക്കുന്നത്. അപ്പം ഈ മറ്റാളുകൾ ഈ 66 പുസ്തകം പ്രസംഗിച്ച് ദുർവ്യാഖ്യാനിക്കുകയാണ്, പല രീതിയിൽ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിക്കുകയാണ്, പല രീതിയിലാണ് ഇതിനെ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ് ഒന്നും മനസ്സിലാക്കുന്നില്ല. സഭയുടെ വിശ്വാസത്തിൽ ഓർത്തഡോക്സി, ഓർത്തോപ്രാക്സി, ഓർത്തോപാത്തോസ്, ഓർത്തോട്ടോമിയോ, അതായത് റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ, അതിനെ കൃത്യമായി ശരിയായ വണ്ണം സഭയുടെ സത്യവിശ്വാസത്തോട് ചേർത്ത് പഠിക്കുമ്പോഴാണ് സത്യവിശ്വാസം. അതായത് ദൈവാധിഷ്ഠിതം, അതായത് വിശ്വാസ പ്രമാണങ്ങൾ, സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ, ലിറ്റർജി, വിശുദ്ധ ഗ്രന്ഥം, ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോഴുമാണ്, പ്രസംഗിക്കുമ്പോഴുമാണ് സത്യവിശ്വാസമാകുന്നത്. അല്ലാതെ ബൈബിൾ ഒരു വചനം എടുത്തു അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കി പഠിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത് അത് തെറ്റായ രീതിയാണ്. ആളുകൾ കാണാതെ വചനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കി പഠിക്കുന്നു, അത് എഴുതി വെക്കുന്നു, മതിലേൽ എഴുതി വെക്കുന്നു, അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പേപ്പർ എടുക്കുന്നു, ഈ വചനം എടുത്തു ഇന്നിങ്ങനെ കിട്ടി. അങ്ങനെയല്ല. സഭയുടെ വിശ്വാസം അതിനെ ആ ഗീതങ്ങളോട്, ആ പ്രാർത്ഥനകളോട് ചേർത്ത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോഴും ഒക്കെയാണ് കിട്ടുന്നത്. അത് ഈ പാശ്ചാത്യ യൂണിവേഴ്സിറ്റിയിലെല്ലാം പഠിച്ചിരിക്കുന്നവരുടെ തലയിൽ ഇത് കയറിയിരിക്കുകയാണ്. അപ്പോൾ സഭയുടെ സദറകളിലും പ്രാർത്ഥനകളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, അത് നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ സത്യവിശ്വാസം കിട്ടും. അപ്പോൾ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി നമ്മൾ ഒരു വിശുദ്ധ കുർബാനയിൽ ഒരു സുറിയാനിക്കാരെന്ന് പറയുമ്പോൾ ഒരു കൂദാശയിൽ സംബന്ധിച്ച്, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് അത് സ്വീകരിച്ച് അവൻ പള്ളിയിൽ നിന്ന് വന്ന് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടും ഇരുന്ന് സമൂഹത്തിന് പറ്റുന്ന നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇന്ന് കാണുന്ന പോലെ അട്ടപ്പാടി മലയിലേക്ക് ഓടുക, വളവള അച്ഛൻ്റെ അടുത്തിട്ട്, വളവിനാമണ്ണിൽ അച്ഛനോ അങ്ങനെ ഒരു അച്ഛനുണ്ട്, പിന്നെ മറ്റേ ആ മണ്ണിടിഞ്ഞോടത്ത് തൊട്ടടുത്തൊരു ധ്യാനകേന്ദ്രമുള്ള അച്ഛനുണ്ട്, ആ അച്ഛൻ്റെ അടുത്തിട്ട് ഓടുക, കൃപാസന അച്ഛൻ്റെ അടുത്തിട്ട് ഓടുക, ഒന്നിൻ്റെ ആവശ്യമില്ല. അവനവൻ്റെ ഇടവക പള്ളിയിലും തൊട്ടടുത്ത ദേവാലയങ്ങളിലും ആ കൂദാശകളിൽ സംബന്ധിക്കുക, ആ കൂദാശകളെക്കുറിച്ച് മനസ്സിലാക്കുക, ആ ഗീതങ്ങളിൽ എഴുതിയത് മനസ്സിലാക്കുക. അതിനെ ശരിയായി പഠിക്കുമ്പോൾ സത്യവിശ്വാസം ആകും. അത് സൺഡേ സ്കൂൾ പുസ്തകം, ഇന്ന് കാണുന്ന സൺഡേ സ്കൂൾ പുസ്തകമാണെങ്കിൽ പോലും പഴയ നിയമം നിഴലാണെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ച് തെറ്റായ രീതിയിലേക്ക് മാറ്റാതെ അതിനെ കൃത്യമായ രീതിയിൽ സഭ ക്രമീകരിച്ചിട്ടുണ്ട്. ആ സഭ എങ്ങനെയാണോ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ ആ സൺഡേ സ്കൂൾ സിലബസുകളും, ഇപ്പോൾ VBS എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇതൊന്നും, അല്ലെങ്കിൽ കൺവെൻഷൻ, ഇതൊന്നും നമ്മുടെ സഭകളിൽ ഉണ്ടായിരുന്നതല്ല. ധ്യാനങ്ങളെല്ലാം ആ കുർബാനയോട് ചേർന്ന സമയത്താണ് അച്ഛന്മാരും തിരുമേനിമാരും എല്ലാം പഠിപ്പിച്ചിരുന്നത്. അതെല്ലാം മാറിയിട്ട് ഇന്ന് പാശ്ചാത്യ രീതിയിൽ തന്നെ ആയി. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ പോലും അത് സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തിൽ പിതാക്കന്മാർ കൈമാറുന്നത് എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ സിലബസുകൾ ആ സൺഡേ സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ VBSൻ്റെ ആണെങ്കിലും എന്ത് മീറ്റിങ്ങിൽ ഏത് കാര്യത്തിലാണെങ്കിലും ആ വിശ്വാസത്തോട് ചേർന്ന് പഠിപ്പിക്കുമ്പോൾ ആളുകൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം കിട്ടും. അപ്പോൾ യാതൊരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ദൈവം സ്നേഹം തന്നെ എന്നാണ് പറയുന്നത്. ആ സ്നേഹത്തിൽ ജീവിക്കാനും സാധിക്കും. താങ്ക് യു.